ആമീസ് വേൾഡ് എന്നൊരു ഐഡിയിൽ നിന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഹായ് ചേച്ചി, എൻ്റെ മോന് നല്ല വാശിയും ദേഷ്യവും, അവനെക്കുറിച്ച് ആലോചിച്ച് കരയാത്ത ദിവസങ്ങളില്ല, പഠിക്കാൻ മടിയും, ഗുരുവായൂരപ്പനെ വിളിച്ച് കരയാത്ത ദിവസങ്ങളേ ഇല്ല. അവന് വേണ്ടി എന്ത് വഴിപാടാണ് ഞാൻ ഗുരുവായൂരിൽ കഴിക്കേണ്ടത്? കുട്ടികൾക്ക് ചൊല്ലാവുന്ന നാരായണീയ ശ്ലോകം ഏതാണ് എന്നൊന്ന് പറഞ്ഞു തരാമോ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. വികൃതിയുള്ള കുട്ടികളെ എല്ലാ സമയത്തും നമുക്കത് എൻജോയ് ചെയ്യാൻ പറ്റില്ല. കാരണം ഒരു പരിധി കഴിഞ്ഞാൽ ആ വികൃതിക്ക് നമ്മൾ അമ്മമാരെ ഒരുപാട് സങ്കടപ്പെടുത്താൻ സാധിക്കും അല്ലേ? അപ്പോൾ അതുകൊണ്ട് തന്നെ വികൃതി മാറാനായിട്ട് ഗുരുവായൂരപ്പൻ്റെ ബാലലീലകൾ ചൊല്ലി നമസ്കരിക്കുന്നത് നല്ലതാണ്. നാരായണീയത്തിലെ 45-ാമത്തെ ദശകം ചൊല്ലി നമസ്കരിച്ചോളൂ. ഒപ്പം ഇവിടെ വരുന്ന സമയത്ത് ഗുരുവായൂർ ക്ഷേത്രത്തിലെ ഗുരുവായൂരപ്പനെ മഞ്ചാടിക്കുരു കൊണ്ടുവന്ന് സമർപ്പിച്ചോളൂ. കഴിയുമെങ്കിൽ ആ കുഞ്ഞിനെ മഞ്ചാടി കൊണ്ട് തുലാഭാരം തൂക്കാനും ശ്രമിച്ചോളൂ കേട്ടോ. മഞ്ചാടിക്കുരു കണ്ണൻ ഏറ്റവും പ്രിയപ്പെട്ട ഒരു കളിപ്പാട്ടമായിട്ടാണ് കണക്കാക്കാറുള്ളത്. പണ്ടുള്ള കാലത്തെ ആളുകൾ പറയാറുണ്ട്, മഞ്ചാടി വാരുകയാണെങ്കിൽ കുഞ്ഞിന് കുസൃതി കൂടും, വികൃതി കൂടുന്നു. കുസൃതി വികൃതി ഒന്നുമല്ല, സൽബുദ്ധി ഉണ്ടാവാനാണ് മഞ്ചാടി വാരുന്നത് എന്നാണ് എൻ്റെ ഒരു പേഴ്സണൽ അഭിപ്രായം. ഒരിക്കലും കുസൃതിയും വികൃതിയും നല്ലതാണ് എന്നെനിക്ക് തോന്നാറില്ല. പക്ഷെ കുഞ്ഞുങ്ങളിൽ സൽബുദ്ധി വളർത്താൻ മഞ്ചാടിക്കുരു വാരിപ്പിക്കുന്നത് വളരെ നല്ലതാണ്. കൊടിമരത്തിൻ്റെ ചുവടെ വലതുവശത്തായിട്ട് വലിയ കുട്ടകത്തിൽ നിറയെ മഞ്ചാടി വെച്ചിട്ടുണ്ടാവും. അത് നമുക്ക് വലിയവർക്കും കുഞ്ഞുങ്ങൾക്കും എല്ലാം വാരിയിടാവുന്നതാണ്. നാരായണായേതി സമർപ്പയാമി എന്ന് ചൊല്ലിക്കൊണ്ട് ആ മഞ്ചാടിയിലെ മഞ്ചാടി വാരി സമർപ്പിച്ചോളൂ. അതും കുഞ്ഞിൽ ഒരു വലിയ മാറ്റം ഉണ്ടാവാൻ വലിയ കാരണമാവട്ടോ.